രക്തസമ്മർദ്ദം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന മരുന്ന് ലഹരി ഉപയോഗത്തിനായി ഓൺലൈൻ വഴി വാങ്ങി വിൽപ്പന നടത്തിയിരുന്ന യുവാവിനെ പാല എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ വിൽക്കാൻ പാടില്ലാത്ത 100 കുപ്പിയോളം മരുന്നുമായാണ് യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. പാല സ്വദേശിയായ കാർത്തിക് ബിനു കൊറിയർ സ്ഥാപനത്തിലെത്തി മരുന്ന് കൈപ്പറ്റുന്നതിനിടെയാണ് എക്സൈസ് സംഘവും ഡ്രഗ്സ് കൺട്രോൾ ടീമും ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. 140 രൂപ വില വരുന്ന മരുന്ന് 600 രൂപയ്ക്കാണ് ഇയാൾ മറിച്ചു വിറ്റിരുന്നത്. ഹൃദയ ശസ്ത്രക്രിയ സമയത്ത് രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനായി ഉപയോഗിക്കുന്ന കാർഡിയാക് സ്റ്റിമുലന്റായ മെഫെൻട്രമൈൻ ഇഞ്ചക്ഷൻ ആംബ്യൂളുകളാണ് കാർത്തിക് ബിനുവിന്റെ കയ്യിലുണ്ടായിരുന്നത്. കഞ്ചാവിനും മറ്റു ലഹരിക്കും പകരമായി ശരീരത്തിൽ കുത്തിവെക്കുന്നതിനാണ് ഈ മരുന്ന് ഉപയോഗിച്ചിരുന്നത്. അന്യസംസ്ഥാനത്തു നിന്നും കൊറിയർ വഴി എത്തിച്ച മരുന്ന് കൊറിയർ സ്ഥാപനത്തിൽ നിന്നും കൈപ്പറ്റി പുറത്തിറങ്ങുമ്പോഴാണ് എക്സൈസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. കൊറിയർ വഴി ഇത്തരത്തിൽ മരുന്ന് എത്തിക്കുന്നതായി എക്സൈസിന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നാണ് തുടർച്ചയായി നിരീക്ഷണങ്ങൾ നടത്തി യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. പ്രിസ്ക്രിപ്ഷന് വേണ്ട മരുന്നുകൾ അനധികൃതമായി കൈവശം വയ്ക്കുന്നതും ദുരുപയോഗം ചെയ്യുന്നതും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പ്രകാരം 3 മുതൽ 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ്. ഇതറിയാതെയാണ് പലരും ഇത്തരം മരുന്നുകൾ കൈകാര്യം ചെയ്യുന്നതെന്ന് എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുവാക്കൾ വ്യാപകമായിട്ട് ദുരുപയോഗം ചെയ്യുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനൊരു വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധന നടത്തിയത്. പ്രത്യേകിച്ച് ഇത് യുവാക്കളാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നതായിട്ട് കാണുന്നത്. മറ്റു ഡ്രഗ്സിന് ബദലായിട്ട് ഇത് ഉപയോഗിച്ച് വരുന്നതായിട്ട് ഇപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പാലാ റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ദിനേശ് ബി, എക്സൈസ് ഇൻസ്പെക്ടർ ഫിലിപ്പ് തോമസ്, കൺട്രോൾ വിഭാഗം ഉദ്യോഗസ്ഥരായ ബബിത, താര, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർമാരായ രാജേഷ് ജോസഫ്, ഷിബു ജോസഫ്, രതീഷ് കുമാർ പി, തൻസീർ ഇ എ, മനു ചെറിയൻ, ഡ്രൈവർ സുരേഷ് ബാബു എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു.